എല്ലാവർക്കും നമസ്കാരം. പ്രാണായാമത്തെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രാണായാമം വെറുതെ ചെയ്തു പോകുന്നതിനേക്കാൾ നമുക്ക് എന്താണെന്നുള്ളത് ഡീപ്പായിട്ട് മനസ്സിലാക്കി ചെയ്യാം. പ്രാണായാമ എന്നുള്ളത് രണ്ട് വാക്കുകൾ കൂടി ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. പ്രാണ ആൻഡ് ആയാമ. പ്രാണ എന്ന് പറഞ്ഞാൽ ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ വൈറ്റൽ എനർജി എന്ന് അതിനർത്ഥം. ആയാമ എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ. ഈ പ്രാണ നമ്മൾ ശ്വസിക്കുന്ന വായുവുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണെങ്കിലും അതിനേക്കാൾ സൂക്ഷ്മമായ ഒന്നായി പ്രാണനെ കണക്കാക്കുന്നു. എക്സ്പാൻഷൻ, ഇതിൻ്റെ പ്രാണൻ്റെ ഡയമെൻഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണായാമത്തിന് 4 ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന് പൂരകം. പൂരകം എന്ന് പറഞ്ഞാൽ ഇൻഹലേഷൻ, ശ്വസിക്കുന്ന ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നത് പൂരകം. പിന്നെ രേചകം. രേചകം എന്ന് പറഞ്ഞാൽ എക്സലേഷൻ, പുറത്തേക്ക് ശ്വാസം വിടുന്നതിനെ രേചകം എന്ന് പറയും. പക്ഷെ ഇതിനിടയ്ക്ക് നമ്മളൊരു ബ്രത്തിനെ റീറ്റെയിൻ ചെയ്യും. ഉള്ളിൽ റീറ്റെയിൻ ചെയ്യുന്നതിനെ ആന്തരകുംഭകം എന്ന് പറയും. ആന്തരകുംഭകം. പുറത്താണ് റീറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അതിനെ ബാഹ്യ കുംഭകം എന്ന് പറയും. അങ്ങനെ 4 ആസ്പെക്റ്റുകളാണ് പ്രാണായാമത്തിനുള്ളത്. പൂരകം ഇൻഹലേഷൻ, രേചകം എക്സലേഷൻ, കുംഭകം റിട്ടൻഷൻ. അത് പുറത്തും റിട്ടേൺ ചെയ്യും, അകത്തും റിട്ടേൺ ചെയ്യും. അകത്താണ് ഇൻഹലേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രത്ത് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ ആന്തരകുംഭകം എന്നും, എക്സലേഷൻ കഴിഞ്ഞിട്ടാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ ബാഹ്യകുംഭകം എന്നും പറയും. കുംഭകത്തിന് വേറൊരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്. അത് കേവല കുംഭകം എന്ന് അറിയപ്പെടുന്നു. കേവല കുംഭകം പ്രാണായാമത്തിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജാണ്. ഈ സ്റ്റേജിലേക്ക് എത്തുന്നത് മെഡിറ്റേഷൻ്റെ ഹയർ സ്റ്റേറ്റ്സിലാണ്. കേവല കുംഭകം അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് റിറ്റൻഷൻ ഓഫ് ബ്രത്ത്, അതിനെയാണ് കേവല കുംഭകം എന്ന് പറയുന്നത്. പ്രാണായാമത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കുംഭകമാണ്, ബ്രത്ത് റിറ്റൻഷൻ. പക്ഷേ ഒരു ബിഗിനർ, ഒരു തുടക്കത്തിൽ ഒരാൾ പ്രാണായാമം ചെയ്യുമ്പോൾ കുംഭകത്തിലേക്ക് ഡയറക്റ്റ് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇൻഹലേഷൻസ് ആൻഡ് എക്സലേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. കുംഭകം ഇല്ലാതെ കൺട്രോൾ ചെയ്ത് ഇൻഹലേഷനും എക്സലേഷനും ചെയ്യാൻ ആദ്യം പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഇൻഹലേഷനും എക്സലേഷൻസും പ്രാക്ടീസ് ചെയ്ത് ഗ്രാജുവലി കുംഭകത്തിലേക്ക് കടക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ പ്രാണായാമത്തിൽ ഈ 4 സ്റ്റേജ് ഉണ്ട്. ഈ 4 സ്റ്റേജിൽ കൂടിയും ഒരു ബിഗിനർക്ക് കടന്നു പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പൂരകം രേചകം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലങ് കപ്പാസിറ്റി, ലങ്സിൻ്റെ സ്ട്രെങ്ത് കൂട്ടി നമ്മുടെ നെർവസ് സിസ്റ്റത്തെയും പ്രാണിക് സിസ്റ്റത്തെയും ഒന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം കുംഭകത്തിലേക്ക് കടക്കാവുന്നതാണ്. യോഗിക് ഫിസിയോളജി അനുസരിച്ച് നമ്മുടെ ഹ്യൂമൻ ഫ്രെയിം വർക്കിന് 5 ബോഡീസ് അല്ലെങ്കിൽ 5 ഷീത്ത് ഉണ്ട്. ഒന്നാമത്തേത് അന്നമയകോശം, 2 മനോമയകോശം, 3 പ്രാണമയകോശം, 4 വിജ്ഞാനമയകോശം, 5 ആനന്ദമയകോശം. പ്രാണായാമം വർക്ക് ചെയ്യുന്നത് ഈ പ്രാണമയ കോശത്തിലാണ്. പ്രാണൻ തന്നെ പല വിധത്തിലുണ്ട്. 5 പ്രധാനപ്പെട്ട പ്രാണനും 5 ഉപപ്രാണനും ഉണ്ട്. ഈ പ്രാണനെല്ലാം നമ്മുടെ ശരീരത്തിൽ ഓരോരോ ഫങ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കണ്ണ് ചിമ്മുന്നത് അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്യുന്നത് കൂർമ്മ എന്ന് പറയുന്ന ഒരു പ്രാണൻ്റെ ഫങ്ഷനായിട്ട് പറയപ്പെടുന്നു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ വിവിധ തരം ഫങ്ഷനുകൾ ചെയ്യുന്നത് പലതരത്തിലുള്ള ഈ പ്രാണനാണ്. നമ്മുടെ ജീവിതശൈലി ഈ പ്രാണമയ കോശത്തെയും പ്രാണത്തെയും ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ജോലി, ആഹാരം, ഉറക്കം, എക്സസൈസ്, ഇമോഷൻസ്, തോട്ട്സ്, ഇതെല്ലാം ഈ പ്രാണമയ കോശത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഇറഗുലാരിറ്റീസ് അത് ദോഷകരമായിട്ടാണ് പ്രാണകോശത്തെ ബാധിക്കുന്നത്. ഈ ഒരു അവസ്ഥയെ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാണായാമം ചെയ്യുന്നത്. അത് പ്രാണായാമത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. ഇനി പ്രാണായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പ്രാണായാമം ചെയ്യേണ്ടതില്ല. പക്ഷേ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാം. ശവാസനത്തിൽ കിടന്ന് ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവയർനെസ് കൊടുത്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. രണ്ടാമത് എപ്പപ്പ് ചെയ്യണം. ദ ബെസ്റ്റ് ടൈം ഫോർ ഡൂയിങ് പ്രാണായാമ ഈസ് ഇൻ ദ ഏർലി മോർണിംഗ്. ആ സമയത്ത് നമ്മുടെ ബോഡിയും മനസ്സും ഒക്കെ ഫ്രഷ് ആയിരിക്കും. ആ സമയത്ത് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ രാവിലെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് ആഫ്റ്റർ സൺസെറ്റ്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചെയ്യാം. എപ്പോഴും ഒരേ സമയം ഒരേ സ്ഥലത്ത് തന്നെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ പ്രാണായാമത്തിന് മുമ്പ് നമുക്ക് കുളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൈയും കാലും മുഖവും കഴുകി വൃത്തിയായി വളരെ ലൂസായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചതിന് ശേഷം ചെയ്യാം. പിന്നെ എംപ്റ്റി സ്റ്റൊമക്കിലായിരിക്കണം ചെയ്യേണ്ടത്. വേറെ നിറച്ചിട്ട് നമ്മൾ പ്രാണായാമം ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ ആ സ്റ്റൊമക്കിൻ്റെ പ്രഷർ കാരണം നമുക്ക് ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കാൻ സാധിക്കില്ല.
അതുകൊണ്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം പ്രാണായാമം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഡയറ്റൊക്കെ വളരെ സമീകൃതം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് വേണം പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നവർ കഴിക്കേണ്ടത്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ രണ്ട് മൂക്കും ഓപ്പൺ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ചിലരിൽ മൂക്ക് അടഞ്ഞിരിക്കും. ആ സമയത്ത് പ്രാണായാമത്തിന് മുമ്പ് കപാലഭാതി ചെയ്തതിന് ശേഷം പ്രാണായാമം ചെയ്യാം. അങ്ങനെ ഓപ്പൺ ആയില്ലെങ്കിൽ നമ്മൾ വജ്രാസനത്തിലിരിക്കാം. വജ്രാസനത്തിലിരുന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ രണ്ട് കൈയും കക്ഷത്തിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് വജ്രാസനത്തിലിരുന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക. അപ്പം മൂക്ക് ഓപ്പൺ ആവും. അതിനുശേഷം പ്രാണായാമം ചെയ്യാവുന്നതാണ്. പിന്നെ ഒരിക്കലും പ്രാണായാമം ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് ചെയ്യരുത്. ശ്വാസം ഇങ്ങനെ വലിച്ചെടുക്കേണ്ട കാര്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിത്തൗട്ട് സ്ട്രെയിൻ ചെയ്യുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം കുംഭകമാണ്, നമ്മൾ ബ്രത്ത് റിറ്റെയിൻ ചെയ്യുന്നത്. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ തുടക്ക സമയത്ത് അങ്ങനെ ഫോഴ്സ്ഫുള്ളി റിറ്റെയിൻ ചെയ്യാനൊന്നും ശ്രമിക്കരുത്. ഇൻഹലേഷൻസ് ആൻഡ് എക്സലേഷൻസ് പ്രാക്ടീസ് ചെയ്ത് വളരെ കുറച്ച് സമയം റിറ്റെയിൻ ചെയ്യാൻ നോക്കണം. അങ്ങനെ ഗ്രാജ്വലി അത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. വളരെ ഒരുപാട് ടൈം എടുക്കുന്നത്, ഇന്ന് ചെയ്ത് നാളെ മറ്റന്നാൾ ശരിയാവും എന്നല്ല. ചിലപ്പോൾ ആഴ്ചകളെടുക്കും, മാസങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും. പ്രാണായാമത്തിൽ ഒരു ഹോൾഡ് വരണമെങ്കിൽ അത്രയും സമയം എടുക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. ഓക്കെ, ബൈ, താങ്ക് യു.